സന്ദേശം 40-ൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം എന്തെന്നാൽ, ഈശോ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം എന്തെന്നാൽ ഈ നികൃഷ്ടമായ അശുദ്ധീകരണ പ്രക്രിയയിൽ, അതായത് വിശുദ്ധമായ സഭയിലെ വിശുദ്ധമായതിനെല്ലാത്തിനെയും അശുദ്ധമാക്കുന്ന ഈ പ്രക്രിയയിൽ അറിഞ്ഞുകൊണ്ട് പങ്കാളികളാകുന്നവരുടെ ആത്മാക്കൾ അന്ധകാരത്തിൽ മുഴുകുകയും കാലാന്തരത്തിൽ അവർ തങ്ങളുടെ സ്വന്തം ആത്മരക്ഷയെ അവഗണിക്കുകയും ചെയ്യും എന്നതാണ്. എന്നെ ഒറ്റിക്കൊടുത്താൽ ഞാൻ ക്ഷമിക്കും, എന്നെ നിഷേധിച്ചാലും ഞാൻ ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ എന്നെ ദുഷിക്കുകയും മൃഗത്തെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണമായി വേർപെടുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ കരുണ സ്വന്തമാക്കുക എന്നത് നിങ്ങൾക്ക് അസാധ്യമായി തീരും. എൻ്റെ സഭ എതിർക്രിസ്തുവിൻ്റെ ആലയമായി മാറിയിരിക്കുന്നു. അത് പീഡനത്തിലൂടെ കടന്നു പോകുന്നു. ആ പീഡനവും വിനാശവും അശുദ്ധീകരണവും ഞാൻ വരുന്നത് വരെ തുടരുകയും ചെയ്യും. ഇതാണ് കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഈ പീഡനം, സഭയുടെ പീഡനം ഇങ്ങനെ ഈശോ 2ാമത് വരെ പൊയ്ക്കൊണ്ടിരിക്കും. താനാണ് യേശുവായ ക്രിസ്തു എന്ന് എതിർ ക്രിസ്തു ഉടൻ തന്നെ പ്രഖ്യാപിക്കും. എതിർ ക്രിസ്തു എന്ന് പറയും, ഞാനാണ് നിങ്ങൾ കാത്തിരുന്ന ഈശോ മിശിഹ. തന്നിലൂടെയാണ് ലോകം രക്ഷപ്പെടുക എന്നും അവൻ പ്രഖ്യാപിക്കും. വ്യാജം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ സത്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തെ അവഗണിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള വഞ്ചനകളാണ്. അവ നിങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കൽ ആ കെണിയിൽ അകപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എതിർക്രിസ്തുവിനെ ഗാഢമായി ആരാധിക്കുന്ന ലോകരാജ്യങ്ങളിലെ ജനസഹസ്രങ്ങളെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. ദിവ്യസക്രാരികൾ അശുദ്ധമാക്കുന്നതുവരെയുള്ള കൊടിയ ദൈവദൂഷണങ്ങൾ എൻ്റെ ശത്രുക്കൾ ചെയ്യും. ഇത് സാധിച്ചു കഴിയുമ്പോൾ അവർ എതിർക്രിസ്തുവിന് ഉപവിഷ്ടനാകാനുള്ള സിംഹാസനം ഒരുക്കും. എൻ്റെ സഭയുടെ തലവനെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ എതിർക്കുന്നവരെ അവർ നിർദാക്ഷിണ്യം നേരിടും. ദയയുടെ ഒരു കണിക പോലും അവരോട് കാണിക്കുകയില്ല. അബദ്ധ പ്രബോധനങ്ങൾ എന്നിൽ നിന്നല്ല വരുന്നതെന്ന് ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞ് അവയെ നിരാകരിക്കുന്നവരെ ഞാൻ സഹായിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് അധികാരാർത്ഥി ബാധിച്ചവരുടെയും എൻ്റെ നാമത്തിൽ കള്ളം പറയുന്നവരുടെയും പിടിയിൽ വീഴുകയോ സത്യത്തെ നിഷേധിക്കുകയോ ചെയ്യരുത്. ഒരു വശത്ത് ഞാൻ പരസ്യമായി നിഷേധിക്കപ്പെടുകയും എൻ്റെ വചനം വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മറുവശത്ത് വലിയ പരോപകാര പ്രവൃത്തികൾ ജനമധ്യത്തിൽ നടത്തി കാണിക്കുന്നതിൽ അവർ ശ്രദ്ധരായിരിക്കും. ഇത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. അത് ഭിന്നത സൃഷ്ടിക്കുകയും അവസാനം എൻ്റെ വചനത്തെക്കുറിച്ച്, സത്യമായ ദൈവവചനത്തെക്കുറിച്ച് തന്നെ ആരും സംസാരിക്കാതെ ആവുകയും ചെയ്യും. എല്ലാ മതങ്ങളും ഒരിടത്ത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരപ്പെടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സത്യം പ്രഘോഷിക്കാൻ മനുഷ്യർ ഭയക്കും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ക്രിസ്തു വിരുദ്ധർ എന്ന് ആരോപിക്കും. ഒരു വൺ വേൾഡ് റിലീജിയൻ വരുന്നുണ്ട്, ഒരു ഏകലോക മതം. അതിനെ എതിർക്കുന്നവർ ക്രിസ്തു വിരുദ്ധരായിട്ട് ആരോപിക്കപ്പെടും. ജനങ്ങളെ സത്യമായ ദൈവവചനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾ പാഷണ്ഡതക്കാരെ മുദ്രകുത്തപ്പെടും. നമ്മൾ ഉള്ളതുപോലെ പറയുമ്പോൾ, സഭയുടെ പ്രഭാവം ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർ നിങ്ങളെ വിളിക്കും എക്സ്ട്രീമിസ്റ്റ്, ട്രഡീഷണലിസ്റ്റുകൾ, തീവ്രവാദികൾ, പാഷണ്ഡകർ എന്നവർ നിങ്ങളെ വിളിക്കും. സത്യം വളച്ചൊടിക്കപ്പെടും. ദൈവവചനം തല തിരിച്ച് അവതരിപ്പിക്കപ്പെടും. അപ്പോൾ ഒന്നും വേണ്ടതുപോലെ ക്രമത്തിൽ ആയിരിക്കുകയില്ല. എൻ്റെ സഭയിൽ ഉടൻ തന്നെ നടപ്പിലാക്കപ്പെടാനിരിക്കുന്ന നിയമങ്ങളിൽ നല്ലതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എത്ര തന്നെ മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമായാലും ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടോ, ഈശോ പറയണം, നിങ്ങൾ എത്ര തന്നെ മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമായാലും ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നവരും എൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരും സഹിക്കേണ്ടി വരും. ഈ വ്യാകുലങ്ങളുടെ കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞാൻ നിങ്ങൾക്ക് തരും. ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ മാത്രമല്ല, എന്നെ ആരാധിക്കാത്തവരും എന്നെ അറിയാത്തവരും അടക്കം മറ്റനേകം പേരെയും വഞ്ചിക്കുന്നത് അവർ തുടർന്നു കൊണ്ടേയിരിക്കും. ഈ വഞ്ചകൻ പാഷണ്ഡത പരത്തുകയും നിശ്ചയിച്ച സമയത്ത് ലോകത്തിന് വേണ്ടി ഒരു ഏക മതം കൊണ്ടുവരികയും ചെയ്യും. നരകത്തിൻ്റെ പ്രമാണം തന്നെയായ ഈ വ്യാജ സിദ്ധാന്തങ്ങളും പുതിയ വ്യാജ നിയമങ്ങളും അല്ലാതെ മറ്റൊരു വിശ്വാസവും പൊറുപ്പിക്കപ്പെടുകയില്ല.